ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വേസ്റ്റ് മെറ്റീരിയൽസ് റീയൂസ് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു കിടിലൻ ഐഡിയ ആണ്. അപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ടുള്ളത് ഇതേപോലെ വറ്റൽമുളകാണ്. അപ്പോൾ ഇതുപോലെ ചുവന്ന കളറിലെ ആ ഒരു ഉണക്കമുളക് എന്നൊക്കെ പറയില്ലേ, അതെടുക്കുക. അപ്പോൾ നമ്മൾ അതെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിന്മേലുള്ള ആ ഒരു മുകളിലത്തെ ആ ഒരു ഭാഗമില്ലേ, അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഒരുപാട് ഐഡിയാസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ആ ഒരു ഐഡിയ അല്ല, നമുക്ക് നോക്കാം എന്താണെന്ന്. അപ്പോൾ ഞാൻ ഇതേപോലെ എല്ലാനും എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലതൊക്കെ ഇങ്ങനെ വിട്ട് കിടപ്പുണ്ടാവും ആ പാത്രത്തിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ അതിൽ നിന്ന് എടുത്താലും മതി. അപ്പോൾ ഇത് എടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് കളർ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഗ്രീൻ കളറിലെ കളർ വെച്ചിട്ടൊന്ന് ചെയ്ത് കൊടുക്കുകയാണ്. ഗ്രീൻ കളറിലെ ആക്രിലിക് കളറാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ കളർ ഉണ്ടാവും മിക്കവാറും എല്ലാവരും കയ്യിൽ. ആ കളർ അടിച്ചു കൊടുക്കുക, അതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം നമ്മൾ ചെയ്യുന്ന ആ ഒരു ഐഡിയക്ക് കൂടുതൽ നല്ലത് ഗ്രീൻ ആയിരിക്കും. ഇനിയിപ്പോൾ ഗ്രീൻ ഇല്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട, നിങ്ങളുടെ കയ്യിലുള്ളത് ഏതെങ്കിലും ഒരെണ്ണം അടിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു വെറൈറ്റി ആയിരുന്നോട്ടെ. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാവരും കമൻ്റായിട്ട് എഴുതി അറിയിക്കണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ടൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ ഹെൽപ്ഫുള്ളാണ്. അവർക്കും ഇങ്ങനൊരു ഐഡിയ കിട്ടും, നമ്മുടെ ചാനലിലും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സിനും ക്രാഫ്റ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. റിലേറ്റീവ് ആയാലും ഫ്രണ്ട്സ് ആയാലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമുക്ക് ഇതേപോലെ കുറച്ച് ബീഡ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ സാധാരണ വൈറ്റ് കളറിലെ ബീഡ്സ് ആയിരുന്നു, പക്ഷെ ഞാനത് നെയിൽ പോളിഷ് വെച്ചിട്ടൊന്ന് അടിച്ചിട്ട് ഈ ഒരു കളറാക്കി. അപ്പോൾ അതിന് കളറും കിട്ടി, അത് കൂടാണ്ട് തന്നെ നല്ലൊരു തിളക്കവും കിട്ടി. അപ്പോൾ അങ്ങനെ ബീഡ്സിനൊക്കെ നിറമില്ലാത്തുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി. മാലയുടെ മുത്താണ്, പഴയൊരു മാലയുടെ മുത്താണ്. ഇത് കൂടാണ്ട് നമ്മൾ ബീഡ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്, ഒരു വൈറ്റ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്നൊരു ചെറിയ പൂവ് നമുക്ക് മുറിച്ചെടുക്കുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു പൂവ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. 8 ആക്കി മടക്കിയിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഒരു ഇതൾ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് അവിടെ ഇത്തിരി പശ ചേർത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ മുമ്പൊക്കെ ഒരുപാട് വീഡിയോസിലൊക്കെ ഈ ഒരു ചെറിയ പൂവൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് എപ്പോഴും സിമ്പിളായിട്ടൊരു പൂവ് ഉണ്ടാക്കേണ്ട ആവശ്യം വരുമ്പോൾ എപ്പോഴും ഞാൻ ഇതേപോലത്തെ ഒരു പൂവാണ് ഉണ്ടാക്കാറ്. അപ്പോൾ അതുകൊണ്ടാണ് വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാഞ്ഞത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള, ഇപ്പോൾ നിങ്ങൾക്കത് ഉണ്ടാക്കാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പൂ ഉണ്ടാക്കിക്കോ കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു ചെറിയ പൂ ഉണ്ടാക്കിക്കോ. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. കണ്ടില്ലേ, അപ്പോൾ അത് കറക്റ്റായിട്ട് നിൽപ്പുണ്ട്. പശ തേക്കേണ്ട ആവശ്യമില്ല, എന്നാലും കറക്റ്റായിട്ട് നിൽക്കും. അതിൻ്റെ അടിയിൽ ആ ഒരു ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തില്ലേ, ആ ഹോൾ ഇടുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരുപാട് വലിയ ഹോളായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇടുമ്പോൾ എന്താ പറയുക, ഒരു പശയൊക്കെ ചേർത്ത് ഒട്ടിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ പശ ഒന്നും ചേർത്ത് ഒട്ടിക്കേണ്ടി വരില്ല. ഞാൻ ഒരു പ്രാവശ്യം കൂടി കാണിച്ചു തരാം. ഇതേപോലെ ഇട്ട് വെക്കുക. ആ അടിയിലത്തെ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇത്തിരി കട്ട് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് നല്ല കറക്റ്റായിട്ട് ഇതേപോലെ ഇരിക്കുക. ആ പെയിൻറ്റ് നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പേപ്പറുമൊക്കെ ആ പെയിൻ്റ് ആവും. കളർ പേപ്പർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ആ ഒരു ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതേപോലെ സെല്ലോ ടേപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഗ്രീൻ കളറിലെ ടേപ്പാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് ചുറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ ഗ്രീൻ കളറിലെ ടേപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ അത് വെച്ച് യൂസ് ചെയ്യാം. ഇല്ലാണ്ട് തന്നെ നമുക്ക് പേപ്പറില്ലേ, പേപ്പർ ആയാലും ചുറ്റി കൊടുക്കുക. പേപ്പറിൽ ഇത്തിരി ഫെവിക്കോൾ ഇത്തിരി അപ്ലൈ ചെയ്താൽ മതി. നല്ല കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് അതേപോലെ കിട്ടും. അപ്പോൾ നിങ്ങളുടെ എന്തായാലും ഏതെങ്കിലും ഒരു കളർ ടേപ്പ് ഉണ്ടാവാതിരിക്കില്ല. എന്തൊന്നായാലും അത് വെച്ചിട്ടൊന്ന് ചെയ്യാം. ഇനിയിപ്പോൾ കളറില്ലാത്ത ടേപ്പാണെങ്കിലും ഒന്ന് ചുറ്റി കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ആക്രിലിക് പെയിൻറ്റ് എടുത്തിട്ട് അതിൻ്റെ മീത്തൊന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു കളർ നന്നായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ എല്ലാവരും ഇങ്ങനെ അടിയിൽ വരുന്ന രീതിയിൽ, തൊട്ടടുത്ത അടിയിൽ വരുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇതല്ലാണ്ട് തന്നെ നല്ലോണം ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യാം, അപ്പോഴും നല്ല ഭംഗിയുണ്ടാവും. ഞാൻ മുമ്പ് ഒരെണ്ണം ചെയ്തിരുന്നു അങ്ങനത്തെ, നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടില്ല, അല്ലാണ്ട് വെറുതെ ചെയ്ത് നോക്കിയിരുന്നു ഒരുപാട് നാൾക്ക് മുന്നേ. അത് വെറുതെ ബീഡ്സ് മാത്രം വെച്ചിട്ടുണ്ടായുള്ളൂ. ഇതേപോലെ ഇതൊന്നും വെച്ചിട്ടുണ്ട്, പൂവിൻ്റെ പോലെ ഒന്നും വെച്ചിട്ടുണ്ടായില്ല. ഇതിപ്പോൾ ചെറിയ നല്ല ഭംഗിയുള്ളൊരു പൂവായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ എൻ്റെ ടേപ്പ് തീരാറായി, എന്നാലും നമുക്കത് എത്തുന്നിടത്തരം വരെ എത്തിക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. അപ്പോൾ ആ ഒരു ബീഡ്സിൻ്റെ ആ കളർ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ആ വെള്ള കളറിലെ ബീഡ്സ് വെക്കുകയാണെങ്കിൽ അത്ര ഭംഗി ഉണ്ടാവില്ലായിരുന്നു. ഇതിനകത്ത് ഇളക്കം കിട്ടിയപ്പോഴാണ് അത്രയും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഐഡിയ. വളരെ എളുപ്പമുള്ളൊരു ഐഡിയ ആണ്. ഫുള്ള് വേസ്റ്റ് മെറ്റീരിയൽസ് ആണ്. ബുക്കിലെ പേപ്പറാണ് ആ ഒരു വൈറ്റ് പേപ്പർ. കളർ പേപ്പർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈഡ് പിക്ക് അയക്കാം. നമ്മുടെ സബ്സ്ക്രൈബറായ ശ്രീനന്ദ അയച്ചു തന്ന ട്രൈഡ് പിക്കാണിത്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഊഞ്ഞാൽ കുപ്പിയാണ്. നമ്മളൊരു എണ്ണ ബോട്ടിൽ വെച്ചിട്ട് ഇതുപോലെ ചെയ്തിരുന്നു. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ആര്യ അയച്ചതാണ്. ഇതും ഈ ഒരു ബോട്ടിൽ ഐഡിയ തന്നെയാണ്. കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് കിട്ടുന്ന ബോട്ടിൽ കൊണ്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഐഡിയ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്